ദേവാലയം എന്തിനുള്ള ഇടമാണ്? ദൈവത്തെ കാണാൻ. ദൈവം എല്ലായിടത്തും ഉണ്ട്. നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ദൈവം എല്ലായിടത്തും ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നത്. പക്ഷെ നമ്മളെല്ലായിടത്തും ഒരുപോലല്ല. നമ്മളാകേണ്ടതുപോലെ ആയിത്തീരേണ്ടതിന് നമ്മളെ പരിശീലിപ്പിക്കുന്ന ഇടത്തിന്റെ പേരാണ് ദേവാലയം. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളല്ല, നമ്മുടെ സ്വകാര്യ ഇടങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളല്ല. പക്ഷെ ദൈവം എല്ലായിടത്തും ഒരുപോലെയുള്ളവനാ. പക്ഷെ നമ്മള് ദൈവത്തിന്റെ മുമ്പാകെ ആകേണ്ടതുപോലെ ആയിത്തീരാൻ നമ്മളെ അഭ്യസിപ്പിക്കുന്ന ഇടത്തിന്റെ പേരാണ് എന്ത്? അതുകൊണ്ട് ഇവിടെ വന്ന് വേറെ ഒരു ക്രിയയും വേണ്ട, ഇവിടെ വന്നിട്ട് വേറെ ഒരു ചർച്ചയും വേണ്ട, ഇവിടെ വന്നിട്ട് വേറെ ഒരു കുതന്ത്രങ്ങളും മെനയേണ്ടതില്ല. മെനഞ്ഞാൽ തലമുറകള് നിങ്ങളോട് ചോദ്യം ചോദിക്കും. ഇപ്പൊ ദൈവം ക്ഷമിച്ചു വിടുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ ആരും അതിനകത്ത് ദൈവം കാണുന്നില്ല എന്നോ ദൈവം കേൾക്കുന്നില്ല എന്നോ വിചാരിക്കരുത്. ദാവീദ് ചെയ്ത പോലെയാ അത്. ദൈവം ഒരിക്കലൊരു ദൂതനെ അയക്കും, നടുവേ വന്നിട്ട് നമ്മുടെ മുഖത്ത് ജീവിതത്തിന്റെ മുൻപിൽ നിന്നിട്ട് പറയും, ആ മനുഷ്യൻ. പഴയ നിയമം നിങ്ങളെടുത്ത് പഠിച്ചാട്ടെ. ദൈവം മനുഷ്യനോട് ഒപ്പം നടന്നവനാ. ദൈവ മനുഷ്യന് മരുഭൂമി യാത്ര നോക്കിയാട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാലഘട്ടമാ മരുഭൂമി യാത്രയിൽ. ദൈവം അവരുടെ മധ്യേയായിരുന്നു. പാളയമടിക്കണമെന്ന് പറഞ്ഞു. 12 ഗോത്രങ്ങൾ, 3 ഗോത്രങ്ങൾ വീതം 4 വശത്തും പാളയമടിക്കണം. ഒത്ത നടുവിലായി ദൈവത്തിന്റെ കൂടാരം അടിക്കണം. അതിന്റെ അർത്ഥം എന്താ? ജീവിതത്തിന്റെ മധ്യേ ആരുണ്ടായിരുന്നു? ഓരോരുവൻ താന്താന്റെ കൂടാര വാതുക്കൽ വെച്ച് നമസ്കരിച്ചു. മോശ പ്രാർത്ഥനയ്ക്ക് പോകുമ്പം ഓരോ മനുഷ്യനും അവന്റെ കൂടാര വാതുക്കൽ വെച്ച് പ്രാർത്ഥിച്ചു. ഇത് കുറച്ചു കഴിഞ്ഞപ്പം മനുഷ്യന് മടുത്തു. ദൈവം കൂടെ നടക്കുമ്പം ചില കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ നമുക്ക്. അതുകൊണ്ട് പിന്നീട് വരുമ്പോൾ പഴയ ചരിത്രം വരുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ നിനക്കൊരു പള്ളി പണിത് തരാം, നീ അവിടെ ഇരുന്നോ, ഞങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങള് അങ്ങോട്ട് വരാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല പള്ളികളും ഞായറാഴ്ചക്കടയാ. 11 മണി കഴിഞ്ഞാൽ പിന്നെ ആ പള്ളിയുടെ പരിസരത്തോട്ട് കയറിയ പേടി വരും, അല്ലേ? അല്ലേ പിന്നെ ഒരു കാപ്പി അറേഞ്ച് ചെയ്യണം, 10 പേര് പിന്നെ ഒന്ന്. നമ്മുടെ ദേവാലയങ്ങൾ എന്തുകൊണ്ട് എങ്ങനെയായി മാറുന്നത്? ദേവാലയത്തിന്റെ വാതിൽ തുറന്നു കിടക്കണം. ശലോമോന്റെ പ്രാർത്ഥന പോലെ, നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ യാചനയുമായി വരുന്നവന്റെ ഹൃദയത്തെ നീ കാണണം. ഇത് കാണുന്നൊരിടം ദേവാലയമാ. പക്ഷെ ദൈവത്തോട് നിരന്തരമായ സഹവാസം ഉണ്ടായിരുന്ന മനുഷ്യൻ, പഴയ നിയമ ചരിത്രത്തിൽ അവൻ ദേവാലയം പണിഞ്ഞിട്ട് പറഞ്ഞു, ദൈവമേ നീ അവിടെ ഇരുന്നാട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ യാഗങ്ങളുമായി അവിടെ വരാം. പക്ഷെ അതിനകത്ത് ഒരു പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു അനുഭവം ഉണ്ട്. എന്താ? അവിടെ ഞാൻ വരുന്നത് എന്റെ ഹൃദയവും എന്റെ ജീവിതവും എന്റെ മനസ്സും എന്റെ നാവും, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയത്, ശരീരവെടിപ്പോടും ആത്മവിശുദ്ധിയോടും പരമാർത്ഥമായ നാവോടും, അല്ലേ? ഇങ്ങനെയാണ് ദൈവസന്നിധിയിൽ ആരാധനകളുമായിട്ട് വരുന്നത്. പള്ളി കയറുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടെന്നറിയാവോ? എന്താ പ്രാർത്ഥന? ബഹുമതിപൂർവ്വം നിന്റെ ഭവനത്തിലേക്ക് ഞാൻ വന്ന് എന്റെ നേർച്ചകളെ 12 തിരി നിങ്ങൾ കൊണ്ടുവരുന്നത് നോക്കിയിരിക്കുകയല്ല ദൈവം, 1 കിലോ എണ്ണ നിങ്ങൾ ഒഴിച്ചോന്ന് നോക്കിയിരിക്കുകയല്ല ദൈവം, പക്ഷെ ഹൃദയപൂർവ്വം ബഹുമതിപൂർവ്വം ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ വന്നോ എന്നും നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പകരുന്നുണ്ടോ എന്നും ദൈവം നോക്കുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് ദൈവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കണം? നമ്മളാകേണ്ടതുപോലെ ആയിത്തീരുകയും ദൈവത്തെ കാണേണ്ടതുപോലെ കാണാൻ പറ്റുകയും ചെയ്യേണ്ടുന്ന ഇടത്തിന്റെ പേരാണ് ദൈവാലയം. ഇവിടെ വന്ന് ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളോ നിങ്ങളുടെ താല്പര്യങ്ങളോ നടത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാനിത് എല്ലാ വർഷവും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് പലപ്പോഴും ഇന്നത്തെ ആത്മീയ വ്യാപാരങ്ങളോടുള്ള വലിയൊരു ചോദ്യവും ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ എത്ര കണ്ട് പരിശ്രമിച്ചാലും ദൈവ പദ്ധതിക്ക് വിധേയമായിട്ടല്ലാതെ നമുക്ക് മുന്നോട്ട് നടത്താൻ സാധ്യമാകത്തില്ല. അത് രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, ഞെരുക്കമാകട്ടെ, അതെന്തുമാകട്ടെ. ആ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുള്ളൂ, നീ വിധേയപ്പെട്. എനിക്ക് ഈ തിരുവാതിക്കൽ ഒരു മുടി വെട്ടുന്ന ഒരാളുണ്ട്. എനിക്കൊന്ന് അച്ഛനൊക്കെ എവിടെയായിരിക്കും വെട്ടുന്നത്. അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു, മോഹനൻ ചേട്ടൻ. അദ്ദേഹം ഇപ്പൊ ക്രിസ്തീയ വിശ്വാസിയാണ്, പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ദൈവകാര്യങ്ങൾ പറയാൻ. അതുകൊണ്ട് അച്ഛന്മാരുടെ തലയൊക്കെ കാണുന്ന പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ തല ഞാൻ എപ്പോഴും പുള്ളിയുടെ കയ്യിലാണ്. എൻ്റെ തിരുമേനി വെട്ടിക്കഴിഞ്ഞ് പിന്നെ പുള്ളി അധികം വെട്ടിയിട്ടുള്ളൂ. അവിടെ ചെന്ന് ഇന്നലെ ഞാൻ മുടി വെട്ടാൻ കയറി.
അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി എന്നെ സ്വീകരിച്ചു. മുടിവെട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അങ്ങ് തുടങ്ങി. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്നലെ അദ്ദേഹം എന്നോട് ഒരു സംശയം ചോദിച്ചു. അച്ഛാ, മരണം അതൊരു വലിയ യാഥാർത്ഥ്യമാണെന്നൊക്കെ എനിക്കറിയാം. മരണത്തിനപ്പുറം ജീവിതം ഉണ്ടെന്ന് പറയാം. പക്ഷേ പല വിധത്തിലുള്ള മരണങ്ങൾ ഇന്നുണ്ടാകുന്നുണ്ട്, അല്ലേ? ചിലർ കിടന്ന് നരകിച്ച് മരിക്കും, ചിലർ നിപ്പി മരിക്കും, ചിലർ വണ്ടി ഇടിച്ച് മരിക്കും, ചിലർ വേളാങ്കണ്ണി പോയിട്ട് തിരിച്ചു വരുമ്പോൾ മരിക്കും, ചിലർ ഗുരുവായൂർ പോയിട്ട് വരുമ്പോൾ മരിക്കും, ചിലർ ട്രെയിൻ കയറി അരഞ്ഞു മരിക്കും, ഈ വെള്ളപ്പൊക്കത്തിന് സമയത്ത് മണ്ണിടിഞ്ഞു മരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുർമരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? അതിനൊരു ഉത്തരം എന്താ? ഞാൻ പറഞ്ഞു, മരണം ഏതു വിധത്തിലും വരാം. ഞാൻ ഇനി തിരിച്ച് കുട്ടിക്കാനത്തിനാണ് പോകുന്ന വഴി മണ്ണിടിഞ്ഞാൽ നാളെ നോബിനച്ചൻ പത്രത്തിനകത്ത് ഒരു പടവാ. ഏതു വിധത്തിൽ മരിച്ചു എന്നുള്ളത് വിഷമേ അല്ല. മരണനാഴിക വരെ നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അടുത്ത നിമിഷം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മുടെയൊക്കെ ധാരണ എങ്ങനെയാ? ഒന്ന് ഉച്ചയ്ക്ക് ചെന്നിട്ട് എന്ത് കറി വെക്കണമെന്ന് വരെ പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് തകർക്കാം. ഈ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. പിന്നെ ജീവിതത്തെക്കുറിച്ച് വലിയ ആകുലതകളൊന്നും നമുക്ക്. ഇപ്പം നിങ്ങളെവിടെ എന്ന് പറയും, പെണ്ണ് കെട്ടാത്ത അച്ഛൻ എന്നാ വേണേലും മൈക്കിൻ്റെ മുമ്പ് എന്ന് പറയാം. എന്നാൽ കല്യാണം കഴിച്ച് നിങ്ങളൊന്ന് ഇനി പ്ലാൻ ചെയ്താട്ടെ. നിങ്ങളുടെ പ്ലാനിങ്ങുകളൊക്കെ അർത്ഥമാ. വി ഹാവ് ഓൺലി വൺ മാസ്റ്റർ, വി ഹാവ് ഓൺലി വൺ മാസ്റ്റർ പ്ലാൻ. നമുക്കൊരു ഉടയവനും ആ ഉടയവന്റെ പദ്ധതിയും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാം. കാരണം നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ ആശങ്കയിൽ നമുക്ക് ദൈവത്തോട് നമ്മുടെ ഹൃദയം പറയാം, ഞാൻ ഇതെങ്ങനെ കടക്കും? മോശ ജനത്തെയും കൊണ്ടുപോയി ഫറവോൻ ഓടിച്ചു കൊണ്ടുവരിക. മുമ്പിൽ ചെങ്കടലും കണ്ടപ്പോൾ മോശ പതറി. ദൈവത്തോട് ചോദിച്ചു, ഇത് എങ്ങനെ സാധിക്കും? ദൈവം പറഞ്ഞു, നീയും തളർന്നു പോകണ്ട. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒരു വടിയെടുക്കാൻ? ആ വടിയെടുത്ത് നീട്ടിയാട്ടെ. ഒരു ചുള്ളിക്കമ്പ് നീട്ടിയപ്പം ചെങ്കടൽ രണ്ടായി. നിങ്ങൾ ആ കഥയൊന്നും വെറുതെ വായിച്ചു വിടരുത്. നിങ്ങൾ ഇനി അവർ നടുവേ കൂടെ നടന്നതും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. മോശയുടെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി വീഗാലാൻഡിൽ പോയതുപോലെ പോയി. അവര് കടൽ തിരകൾ ഇങ്ങനെ ഭിത്തി പോലെ നിന്നപ്പോൾ അവരതിന്റെ കയ്യിൽ ഇടയ്ക്കൊന്ന് തട്ടിക്കാണും. അവർ വളരെ സന്തോഷത്തോടു കൂടി നൃത്തം വെച്ച് മോശയോട് കൂടെ ഉള്ള എല്ലാ ആളുകളും അക്കരെ കടന്ന്, ഒടുവത്തെ ആളിന്റെ കാലും അക്കരെ കടന്നപ്പോൾ ചെങ്കടൽ ഇങ്ങനെ വഴി പിളർക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അധികം ഒന്നും മേക്കെടേണ്ടി വരത്തില്ല. ഞാനിപ്പം പറഞ്ഞല്ലോ, കോളേജിലാ. അവിടെ കുഞ്ഞുങ്ങളെ പ്രതിയൊക്കെ ഒരുപാട് അപ്പനും അമ്മമാരും വന്ന് കരയും. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അവരെന്ത് ചോദിച്ചാലും സാധിച്ചു കൊടുക്കരുത്. നമ്മളിപ്പം വന്നു പോയിരിക്കുന്ന ഒരു വലിയ കുഴപ്പം, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവവിശ്വാസം കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ജീവിതത്തിൽ പ്രതിസന്ധികളെ ഒന്നും അവര് കണ്ടിട്ടില്ല. അവരെല്ലാത്തിനും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും അവർ കണ്ടിട്ടില്ല. പക്ഷെ നമ്മളിപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹം കിട്ടിയാലും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാ? ഒരു കാലത്ത് നമ്മൾ ഇതിനു വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രയാസപ്പെട്ടിരുന്നു. എനിക്കിപ്പോഴും ഞാൻ ഒരിടത്ത് ചെന്നാലും അമിതമായിട്ട് ഭക്ഷണം കഴിക്കത്തില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണെങ്കിലും ഞാൻ ഒരുപാട് കഴിക്കത്തില്ല. കാരണം ഭക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ മോഹം വളരെ കഠിനമായിരുന്ന ഒരു സമയത്ത് അത് കിട്ടാതിരുന്ന ഒരു സമയവും. അതുകൊണ്ട് ഇപ്പൊ ദൈവം തരുന്നതൊക്കെ എന്താണ്? വലിയ അനുഗ്രഹങ്ങളാണ്. അവൻ പാനപാത്രം ഇറക്കി തരുന്ന അനുഗ്രഹങ്ങളാണ്. അതറിയണമെങ്കിൽ ജീവിതത്തിൽ എന്തുണ്ടാകണം? ചെറിയ ചെറിയ നോവുകൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ. പക്ഷെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ മറ്റ് സൗകര്യങ്ങളുടെ ഒന്നും കുറവില്ല. അതുകൊണ്ട് അവർക്ക് ജീവിതത്തെ ദൈവത്തോട് ചേർന്ന് നേരിടണമെന്നുള്ള കാര്യം അനുഭവമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ഏത് കാര്യം അവർ ആവശ്യപ്പെട്ടാലും സാധിപ്പിച്ചു കൊടുത്തു. പക്ഷെ അതിനോടൊപ്പം പറയണം, ഇതിൻ്റെ പുറകിൽ എന്തുണ്ട്? ഒരു കഷ്ടപ്പാടുണ്ട്. ഞാനൊരു കവിത വായിച്ചത് ഇങ്ങനെയാണ്. ഒരു മകൻ അവൻ്റെ അപ്പനെ കുറിച്ച് എഴുതി. സാധാരണ മക്കളൊന്നും ഈ അപ്പന്മാരെ കുറിച്ച് അധികം പറയാറില്ല. എല്ലാവരും അമ്മമാരുടെ സൈഡാണ്, പ്രത്യേകിച്ച് ആമ്പിള്ളേരാണേലും. അത് കേൾക്കാനാണ് അമ്മമാർക്കും, അല്ലേ? പണ്ടൊരു മകൻ കൊണ്ടുവന്ന് ഒരു സ്വർണ്ണമാല കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു. ഏതമ്മമാരെയും വീഴിക്കാൻ പറ്റിയ സാധനമാണ് സ്വർണം. അപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അമ്മ പറഞ്ഞു, എടാ ഇത് എവിടെ, എത്ര പവനുണ്ട്? എന്നെ പറഞ്ഞു, 2 പവൻ്റെ മാലയാ, അത് അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന.
ഉടനെ അപ്പൻ അപ്പുറത്ത് ജനലിൽ കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഉടനെ അമ്മ പറഞ്ഞു, എടാ എനിക്ക് ഇത്രയൊക്കെ മേടിച്ചല്ല, അത് ഞാനും കൂടെ എന്തേലും ഒന്ന് നീ മേടിച്ചുകൂടെ? ഉടനെ ആ മകൻ പറഞ്ഞു, അപ്പൻ അതിൻ്റെ ആവശ്യമില്ല. കാരണം അപ്പൻ അമ്മയെ പോലെ എപ്പോഴും പ്രസവിച്ച കണക്ക് പറയാറില്ല. ഈ കള്ളി അമ്മമാരുടെ വലിയൊരു മക്കളെ വീഴ്ത്താനുള്ള അല്ലേ. ഞാൻ 9 മാസം ദൈവമാതാവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദൈവമാതാവ് പറഞ്ഞ ഒറ്റ കാര്യമുള്ള, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ. ഇപ്പോഴും അതേ പറയുന്നുള്ളൂ. നിങ്ങൾ എത്ര വലിയ ഫോട്ടോ വെച്ചാലും, അത് ഏത് ഇമേജിൽ വെച്ചാലും, മാതാവ് നമ്മളോട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യണം. അവിടെയാണ് നമ്മൾ പറയുന്നത്, അവൻ തരുന്ന ഒന്നും മേടിക്കാനല്ല ഞങ്ങൾ വന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം അമ്മ അങ്ങോട്ട് സാധിപ്പിച്ച് അമ്മ പറഞ്ഞിങ്ങനെ മേടിച്ചു തന്നാൽ മതി, അതിനപ്പുറത്തോട്ടൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. മാതാവ് പറഞ്ഞു, ജീവിതത്തിൽ ഒരു ദൂതൻ അരികെ നിന്ന് എന്നോട് പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ ഒരു പുതിയ പദ്ധതിയാ, സ്വർഗത്തിന്റെ പദ്ധതിയാ, നീ ഏറ്റെടുക്കണം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, യൗവനത്തിൽ തന്റെ വാർദ്ധക്യത്തിൽ തനിക്ക് തണലാകേണ്ടുന്ന ചെറുപ്പക്കാരൻ, സ്വന്തം പുത്രൻ കുരിശിൽ മരിച്ചു കിടക്കുമ്പോഴും ആ അമ്മ മൗനം പാലിച്ചതിന്റെ പിന്നിലെ കാരണം ഇതാ, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവൾ ഈ സ്വർഗത്തിന്റെ പദ്ധതിയെ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് അവളുടെ നിര്യാണ പെരുന്നാളിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയുടെ മഞ്ചം പന്തിരുവർ വഹിച്ചിരുന്നു, ശവകുടീരത്തിൽ മൂടൽ മഞ്ഞ് വാണിരുന്നു, ദൈവത്തിന്റെ നിർമ്മലവാസം പാതാളത്തിന്റെ ഗുഹയിൽ വയ്ക്കപ്പെട്ടു, ജഡീകരഥത്തിന്റെ മുമ്പിൽ അതിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു, നമ്മുടെ രക്ഷകന്റെ മാതാവ് ഭൗമികരാൽ സംസ്കരിക്കപ്പെട്ടു. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിന്റെ അന്ത്യനാഴികയാണ് ഈ പെരുന്നാൾ, വാങ്ങിപ്പ് പെരുന്നാൾ. നല്ല മരണം പ്രാപിച്ച അമ്മ എന്തുകൊണ്ടാണ് അവളുടെ ജീവിതത്തിൽ സ്വന്തം പുത്രനെ, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്ന പുത്രനെ ഭൗതികമായ ഒരു ആവശ്യങ്ങൾക്കും വേണ്ടി പ്രയോജനപ്പെടുത്താത്ത മാതാവ് ലോകരക്ഷയ്ക്ക് വേണ്ടി മകനെ പാകപ്പെടുത്തിയ ഒരു മാതാവ് കൂടിയാണ്. അതുകൊണ്ടാണ് കുരിശിൽ കിടന്ന കർത്താവിന്റെ നിലവിളി മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണെന്നൊരു ഭാഗം കൂടെ പറയാറുണ്ട്. എന്റെ ദൈവമേ നീ എന്നെ. ഇതൊരു മാതാവ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന, അഭ്യസിപ്പിക്കുന്ന പ്രാർത്ഥനയാ. ജീവിതത്തിൽ ഉള്ളം തകരുന്ന, ഹൃദയം തകരുന്ന വേദന ഉണ്ടാകുമ്പോൾ നീ ദൈവത്തോട് ചോദിക്കണം, നീ എന്നെ എന്താണ് കൈവിട്ട് കളഞ്ഞത്? നമ്മുടെ ഏതേലും കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണോ ഇന്ന്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയി. നിന്നെ കാക്കുന്ന, ഞാൻ എല്ലാവരോടും പറയും, കുഞ്ഞുങ്ങളോടും പറയാറുണ്ട്, നമുക്കെല്ലാവരും ഉണ്ടെന്നുള്ള ഒരു ധാരണയുണ്ട്. പക്ഷെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന അനേക സംഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് യോഹന്നാനെ കുറിച്ച് ഈ അടുത്തിടയിൽ കേട്ട ഒരു ധ്യാനം എനിക്ക് വളരെ ശ്രേഷ്ഠമായി തോന്നി. യോഹന്നാനോടാണ് കുരിശിൽ കിടന്നിട്ട് പറഞ്ഞത്, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. യോഹന്നാന്, ചെറുപ്പക്കാരനായ യോഹന്നാനെ ഒരമ്മയെ കൊടുക്കേണ്ട ആവശ്യം എന്താ? അവൻ ആളുകളില്ലാഞ്ഞിട്ടാണോ? ഹി വാസ് സൈക്കോളജിക്കലി അലോൺ. അവൻ എപ്പോഴും ഒറ്റപ്പെട്ട് നടന്നവനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മാനസികമായി ഒറ്റപ്പെട്ടവരാകാം. ഈ അടുത്തിടയിൽ ഒരു ഗൾഫുകാരന്റെ അനുഭവം ഞാൻ കേട്ടു, TV വന്നതാ. അദ്ദേഹം അനേകം വർഷങ്ങള് ഗൾഫിൽ ജോലി ചെയ്തു, മക്കളില്ല, സഹോദരങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. ഒടുവിൽ വാർദ്ധക്യം ചെന്ന അദ്ദേഹം നാട്ടിൽ വന്നപ്പം സഹോദരിമാരൊക്കെ പറഞ്ഞു, ഇനി തന്നെ നോക്കാൻ ഞങ്ങൾക്ക് ആർക്കും സാധിക്കുകയില്ല. ആ മനുഷ്യൻ തിരിച്ചുപോയി. അധികം ആകുന്നതിന് മുമ്പ് ഒരുപാട് പ്രയാസപ്പെട്ട് മരിച്ചുപോയെന്ന് പറഞ്ഞു. ലോകത്തിൽ അനേകം പേരുണ്ടെന്ന് നിങ്ങൾ ഓർത്താൽ, നിങ്ങളുടെ കൈ 10 പുത്തനുണ്ടെങ്കിൽ ഒത്തിരി പേര് നിങ്ങളുടെ ചുറ്റും കാണും. മർത്തോമായിലെ ജോസഫ് മെത്രാപ്പൊലീത്ത വളരെ ദേഷ്യക്കാരനായ ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹം പക്ഷെ പറഞ്ഞ അവസാന സമയത്ത് പ്രസംഗിച്ച ഒരു പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സമൃദ്ധിയുടെ കാലത്ത് നിങ്ങളുടെ അടുത്ത് വരുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്, സ്നേഹിച്ചോണം. ഇത് നല്ലപോലെ കേട്ടോണം കേട്ടോ. നിങ്ങളുടെ സമൃദ്ധിയുടെ കാലത്ത് നിങ്ങളുടെ അടുത്ത് വരുന്നവരെ വിശ്വസിക്കരുത്, സ്നേഹിച്ചോണം. എന്നാൽ നിങ്ങളുടെ കഷ്ടതയുടെ കാലത്ത് നിങ്ങളുടെ അടുത്ത് വരുന്നവരെ ആദ്യം വിശ്വസിക്കണം, പിന്നെ സ്നേഹിക്കണം. നമുക്കിന്നും മനസ്സിലാകാത്തൊരു കാര്യം ഇതാ. പല ജീവിതത്തിലെയും ജീവിത പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെയും കാരണം എന്താണ്? ഇതാ, എനിക്കെന്തെങ്കിലും കുറവോ ഇടിവോ സംഭവിച്ചു പോയാൽ ഞാൻ ഒരു കാരണവശാലും ക്ഷമിക്കുകയില്ല എന്ന പിടിവാശിയാണ്. അവിടെയാണ്
നമുക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകേണ്ടുന്നത്. എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റുള്ളവർ ജീവിക്കണമെന്ന ആഗ്രഹം ശരിയായതല്ല. അതുകൊണ്ട് ഈ 15 നോമ്പ് എടുത്തിട്ട് വീട്ടിൽ ചെന്ന് കലഹം ഉണ്ടാക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് നോമ്പ് നിർത്തണം. അമ്മ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ അന്തസ്സും നമ്മുടെ കുടുംബങ്ങളുടെ അന്തസ്സും ലോകത്തിന്റെ സമാധാനവും കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒന്നാമത് ചെയ്യണം, ഞാൻ എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ഇനി ജീവിക്കുകയില്ല എന്ന ബോധ്യം. ഇത് നിങ്ങൾ ഇവിടെ നിന്നിരുന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പം നിങ്ങളൊന്ന് മറന്നു പോകരുത്. എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുകയില്ല എന്ന ബോധ്യവും ആ പ്രതിജ്ഞയും എടുത്താൽ നമ്മുടെ പല പ്രതിസന്ധികളെയും മറികടക്കുവാൻ നമുക്ക് സാധ്യമാകണം. ഞാൻ ഇവിടെ നാട്ടിൽ വന്നപ്പം ഇപ്പൊ വെള്ളം കയറിയിരിക്കുന്ന സമയമാണ്. ഇപ്പൊ എൻ്റെ പേരൻസ് ഒന്നും ഇവിടെ ഇല്ല. പണ്ട് വെള്ളം കയറുമ്പോൾ എൻ്റെ ആദ്യത്തെ ഓർമ്മ എൻ്റെ അമ്മയുടെ മുഖം ഇത്രമാകും. കാരണം അമ്മ റാന്നിക്കാരിയാണ്, അവിടെ വെള്ളം കയറത്തില്ലായിരുന്നു. അമ്മയെ കെട്ടിച്ചോണ്ട് വന്നത് ഈ പടിഞ്ഞാറൻ പന്തിയിലോട്ടാണ്. അപ്പൊ എല്ലാ വർഷം വെള്ളം കയറുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ലോകത്തിലേക്കും ഇല്ലാത്ത പരിഭവങ്ങളാണ്. എൻ്റെ പപ്പായെ കല്യാണം കഴിച്ച കാലം തൊട്ടുള്ള പ്രയാസങ്ങൾ അമ്മ ഇങ്ങനെ പറയാതുണ്ട്. അപ്പൊ ഇത്തവണ വെള്ളം വന്നപ്പോൾ എൻ്റെ അമ്മ എറണാകുളത്തിരിക്കുക. അപ്പൊ അമ്മ വളരെ സന്തോഷത്തില്ല. അപ്പൊ ഞാൻ വെള്ളത്തിൽ ആദ്യം കാല് ചവിട്ടിയപ്പോൾ ഓർത്തു, ഇത്തവണ എൻ്റെ അമ്മയുടെ പരിഭവങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ടതായിട്ട് വന്നു. നിസ്സാര കാര്യങ്ങൾ മതി. നമ്മൾ എന്തെല്ലാം പരിഭവങ്ങളെ മുഴക്കുന്നവരാ. അവിടെ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ നമുക്കിടയാകണം. അതിന് പ്രാപ്തരാകുവാൻ തക്കവണ്ണം ഈ നോമ്പ് നമ്മെ ഇടയാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത് ഞാൻ പറഞ്ഞു, സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെക്കേണ്ടി വരും. 2, മാതാവ് പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് സ്വന്തം പദ്ധതികളെയും മാറ്റിവെക്കേണ്ടി വരും. ഇനി എനിക്ക് എൻ്റെതായ വ്യക്തിപരമായ പദ്ധതികളും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇവിടെ ഭൂരിപക്ഷം പേരും എനിക്ക് തോന്നുന്നു ജീവിതത്തിന്റെ ഒരു പകുതി കാലഘട്ടം കണ്ടവരാ. കുറച്ചു പേര് പകുതിയിലേക്ക് എത്തുന്നവരാ, ചിലര് ആരംഭിച്ചവരാ. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഒരുപാട് പദ്ധതികൾ നമ്മൾ മെനയുന്നവരാ, അല്ലേ? പക്ഷെ ഈ പദ്ധതികളുടെ മധ്യേ ഒരു പ്രാർത്ഥന എന്നോട് ചേർത്ത് നിങ്ങൾ ആണിയടിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. എന്താ? ഞാൻ എൻ്റെ ഇഷ്ടം നിന്റെ മുന്നിൽ സമർപ്പിച്ചു, അതിന്റെ പൂർത്തീകരണം ആര് സാധ്യമാക്കി തരണം? എൻ്റെ ദൈവം എനിക്ക് സാധ്യമാക്കി തരണം. എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വേണം എൻ്റെ ജീവിതത്തെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം എനിക്കിടയാകേണ്ടത്. അതിന് സാധ്യമാകാതെ വന്നാൽ നമ്മുടെ ജീവിതം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കൂദാശകൾ വിശുദ്ധ കുർബാന എത്രയോ ആവർത്തി നമ്മൾ ഏറ്റെടുത്തവരാ. പക്ഷെ ആ കൂദാശയുടെ അന്തസ്സ് ജീവിതത്തിലേക്ക് പ്രദർശിപ്പിക്കുവാൻ നമുക്കിടയായിട്ടുണ്ടോ? നമ്മളൊക്കെ വീട് കൂദാശ ചെയ്യുന്നവരാ. വടക്കോട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ വർഷവും അവർ വീട് കൂദാശ ചെയ്യും. നമ്മളങ്ങനെ എല്ലാ വർഷവും ഒന്നും കോട്ടയംകാർ ചെയ്യാറില്ല. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, നമ്മുടെ വീട് അങ്ങനെ എപ്പോഴും എല്ലാവരെയും കാണിക്കാൻ, അല്ലെ അച്ഛന്മാർ കാണാൻ കൊള്ളാത്ത രീതിയിലായിരിക്കും മിക്കവാറും നമ്മുടെ വീട്. 2, ഈ അച്ഛന്മാർ കൂദാശ ചെയ്ത് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞ് പിന്നെ അത് 10 പേരോട് നമുക്ക്, ഈ 2 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അധികം, പക്ഷെ വടക്കോട്ടൊക്കെ അവരെ അച്ഛന്മാർക്ക് അധികം കൊടുക്കത്തില്ലാത്തതുകൊണ്ടായിരിക്കാം അവരെല്ലാ വർഷവും വീട് കൂദാശ ചെയ്യും. നിങ്ങൾ ആ കൂദാശ ചെയ്യിപ്പിക്കണം. അതിനകത്ത് പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം കുടുംബജീവിതങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ മാതൃകകൾ അവിടെ പറയുന്നു. അബ്രഹാം തുടങ്ങി ഇങ്ങനെ പറയുക. അവരെന്തുകൊണ്ടാണ് അവരെ അനുഗ്രഹിച്ചതെന്നുള്ളത് ആ പ്രാർത്ഥനയിൽ നിന്ന് വ്യക്തമാണ്. അവർ യഹോവയെ ഭയപ്പെട്ടു, അവന്റെ വഴികളിൽ നടന്നു. അവിടെ ഒടുവിലൊരു പ്രാർത്ഥനയുണ്ട്, യോബിനെ അവന്റെ സമ്പാദ്യങ്ങൾ പരിശോധനയ്ക്കൊടുവിൽ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെ. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ അന്നേരം അച്ഛന് കാപ്പി അനത്താൻ പോയെന്ന് പറയും, അല്ലേ? കാരണം ഈ പ്രാർത്ഥന ഒടുവിലാ. ആ സമയമാകുമ്പോൾ ആന്റിമാരൊക്കെ അടുക്കള ഭയങ്കര മല്ല. എന്തിനാ? കാപ്പി ആറ്റി. അച്ഛന് കാപ്പി മധുരം വേണോ മധുരം വേണ്ടാത്തത്. അച്ഛന്മാർ കാപ്പി കുടിക്കാതെ കിടക്കുന്നവരൊന്നുമല്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ചാട്ടെ. ആ പ്രാർത്ഥന ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും വന്ന് പരിഭവം പറയുന്നത്, അച്ഛാ അത് കിട്ടിയില്ല. അവിടെയാ പറഞ്ഞത്, യോബിനെ അവന്റെ പരിശോധനയ്ക്കൊടുവിൽ സമ്പാദ്യങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെ. എപ്പോഴാ? അവന്റെ പരിശോധനകൾക്ക് ശേഷം. ഇത് കേട്ടാൽ അത് കഴിഞ്ഞിട്ടൊരു സ്ലീബ, ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമാ സ്ലീബാടെ മുദ്രയാൽ ഈ ഭവനത്തിന് രക്ഷയുണ്ടാകുകയാണ്. ഞാനൊരു ഇംഗ്ലീഷ് ഫിലിം കണ്ടു, എക്സോഡസ്. അതിനകത്ത് വളരെ ഇഷ്ടപ്പെട്ടൊരു രംഗമുണ്ടായി. ഫറവോൻ ദൈവജനത്തെ വിട്ടയക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ 10 ബാധകൾ അരങ്ങേറുന്നുണ്ട്. ആ അരങ്ങേറുന്നതിന്റെ ഒടുവിലത്തെ ബാധ അല്പം കാഠിന്യമേറിയതാ. എന്താ? പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെയും മരണപ്പെടും. ആ ചലച്ചിത്രം വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു കറുത്ത മേഘം
ആ ദേശത്തിന്റെ മീതെ കൂടെ പോകുമ്പോൾ എല്ലാ പ്രകാശങ്ങളും കെട്ടുപോകും. കെട്ടുപോയി പിന്നീട് അവർ ദീപം തെളിയിക്കുമ്പം ഫറവോന്റെ കുഞ്ഞുൾപ്പെടെ കട്ടിലിൽ ചലനമറ്റ് കിടക്കുക. ഈ ചലനമറ്റ കുഞ്ഞിനെയും കൊണ്ട് ഫറവോൻ മോശയുടെ മുമ്പിലേക്ക് വരികയാണ്. നിങ്ങൾ സിനിമ കാണുന്നവരല്ലേ, ഇപ്പൊ എല്ലാവർക്കും നല്ല സ്മാർട്ട് ഫോൺ, അമ്മച്ചിമാർക്ക് വരെ എന്താണ് സ്മാർട്ട് ഫോൺ, എല്ലാവരും വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ്. അതുകൊണ്ട് ഇതൊന്നും കാണാൻ ബുദ്ധിമുട്ട് കാണത്തില്ല, അതൊന്നും എടുത്ത് കണ്ടോ കുഴപ്പമില്ല, വേദപുസ്തകം ഏതായാലും വായിക്കുന്നില്ലല്ലോ, അപ്പൊ ഇതേലും നടക്കട്ടെ. ഫറവോൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മോശ, എനിക്കും ചോദിക്കണമെന്ന് ചോദ്യം അത് മോശയുടെ അടുക്ക് വന്നിട്ട് ഈ പിഞ്ചു കുഞ്ഞിനെ പിടിച്ചിട്ട് ഫറവോൻ ചോദിച്ചു, ഒന്നും അറിയാത്ത ഈ പിഞ്ചു പൈതലിനെ കൊന്നുകളയുന്ന നിന്റെ ദൈവം അതെന്ത് ദൈവമാ? മോശ പക്ഷെ പതറിയില്ല. മോശ ഇസ്രായേൽ മക്കളിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, മരിച്ചതിൽ എബ്രായരുടെ നിങ്ങളുടേതല്ലാതെ, മിസ്രൈമിലെ കുഞ്ഞുങ്ങളല്ലാതെ ഒരെബ്രായന്റെ കുഞ്ഞിനെ കാണിച്ചു തരാമോ? ഫറവോൻ പിന്നെ മിണ്ടിയില്ല, ജനത്തെ വിട്ടയച്ചു. മനസ്സിലായോ സന്ദർഭം? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതാ ദൈവ പദ്ധതി. ദൈവം അനുഗ്രഹിച്ച ജീവിതമാണെങ്കിൽ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ബോധ്യ ഉദ്ദേശവും ഉണ്ടെങ്കിൽ ദൈവം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ എത്തിക്കുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. അതുകൊണ്ടാണ് മാതാവ് രണ്ടാമത് പറഞ്ഞത്, പദ്ധതികളൊന്നും ജീവിതത്തിൽ വെക്കേണ്ടതായിട്ടില്ല, ഒരു പദ്ധതികളും വെക്കേണ്ടതായിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മുടെ തലകളെ കുനിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. ദൈവമാതാവിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു ഹോം ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇതായിരിക്കും എൻ്റെ വിഷയം. ദൂതൻ അരികെ നിന്ന് മാതാവിനെ ധൈര്യപ്പെടുത്തി. മാതാവിനെ മാത്രം ഓർത്താ പോരാ, മാതാവിനോട് ചേർന്ന് ആ കുടുംബം തിരുക്കുടുംബമാക്കിയ ഒരു മനുഷ്യനുണ്ട്. ആരാ? ജോസഫ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബം തിരുക്കുടുംബമായാൽ ചെറിയ പള്ളി മഹായിടവക എന്ന ലേബലൊന്നും വെക്കണ്ട, ചെറിയ പള്ളി അതിനേക്കാൾ വലിയ പള്ളിയായിട്ട്. ഇന്ന് നമ്മുടെ കുടുംബം അത്ര ശരിയായിട്ട് ഓടുന്നില്ല. ആ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഒരുത്തിയേരുന്നതുകൊണ്ട് നമ്മുടെ പള്ളി അത്ര ശരിയായിട്ട്, ഇതാ പ്രശ്നം. ഇപ്പൊ എല്ലാ ആളുകളുടെയും പരാതി, അച്ഛന്മാരൊന്നും. എന്തുകൊണ്ടാ? ഇതിനിടെ നല്ല ഈ അച്ഛന്മാരും വരുന്നേ. നല്ല അച്ഛനായിട്ട് ഒരു 3 വർഷം ഒരു തല്ലുള്ള പള്ളി ഇരുന്നാൽ മതി, ഏതച്ഛനും കറുത്തകുപ്പായം മടക്കി കുത്താൻ പഠിക്കും. അതിലേക്ക് അഭ്യസിപ്പിക്കുന്നവരാണ് ആര്? ഇന്ന് നമ്മുടെ വിശ്വാസികൾ. അവരുടെയും പേരെന്താണ്? വിശ്വാസി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആരംഭിക്കാം. പറഞ്ഞു, അമ്മ പറഞ്ഞു, നിന്നിലേക്ക് നോക്ക്, നിന്റെ ജീവിതത്തിന് അരികെ നിൽക്കുന്ന ദൂതനെ കാണ്, അവൻ പറയുന്നത് ചെവി തുറന്ന് കേൾക്ക്. നിന്റെ ജീവിതത്തെ മാത്രം നീ ലക്ഷ്യം വെക്ക, അതിനെ പരിശോധിക്ക്, അതിനെ രൂപപ്പെടുത്ത്. നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുമ്പം നിന്റെ അടുത്തുള്ള നിന്റെ കുടുംബവും നിനക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാവരിലേക്കും അത് പ്രതിഫലിക്കും. ഒരമ്മ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ, ഒരു വടിയും എടുക്കാതെ മകനെ തല്ലാൻ നിങ്ങൾക്ക്, നഷ്ടപ്പെട്ടു പോയൊരു മകനാണെങ്കിൽ ഒരമ്മ ആത്മാർത്ഥമായി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധിയിൽ ആ കണ്ണുനീര് ചെന്നാൽ വടിയില്ലാതെയും ആ മകനെ ശാസിക്കാൻ ഒരു അമ്മയ്ക്ക്, അപ്പനും കഴിയും. എല്ലാവരുടെയും വിചാരം മക്കളുടെ ഡ്യൂട്ടിയൊക്കെ ആരുടെയിലാണ് കൊടുത്തിരിക്കുന്നത്? ഞങ്ങളുടെ തോന്നിയ പോലെ പിള്ളേരെയൊക്കെ ചൊവ്വിനെ നേരെ വളർത്തിക്കോണം അല്ലേ? അങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. പെൺപിള്ളേർ ചൊവ്വിനെ വളർന്നില്ല അമ്മമാർക്ക് കുറ്റം, ആൺപിള്ളേർ മോശമാണെങ്കിൽ ഇയാടെയല്ലയോ വിത്തെന്ന് പറയും. നമ്മളെല്ലാം അങ്ങോട്ട് പരസ്പരം നമ്മുടേതല്ല. അങ്ങനെ പറയുമ്പം മക്കൾ ഓരോരുത്തരുടെയാ. നല്ലത് വല്ലതാണെ പറയൂ എൻ്റെ കുഞ്ഞാന്ന് പറയും അല്ലേ? ഇതാണ് നമ്മുടെ തന്ത്രം. ഇത് കേട്ടാണ് നമ്മുടെ മക്കളും വളരുന്നത്. അപ്പൊ അവർക്കറിയാം മോശമായാൽ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് നിൽക്കാം, ഒന്നുമില്ലാതെ വരത്തില്ല. കാരണം രണ്ടിലേതെങ്കിലും ഒന്ന് പെശകായിരിക്കും. അവിടെയാണ് അബ്രഹാം എന്ന പിതാവ്, ആ പിതാവ് മകനെ പഠിപ്പിച്ച വിശ്വാസം എന്താ? വിറകിന്റെ മുകളിൽ കിടത്തി അവനെ കെട്ടി യഹോവയായ ദൈവത്തിന്റെ വാക്ക് വാളെടുക്കുവോളം പാലിച്ചവനാണ്. അതുകൊണ്ട് ഇസഹാക്ക് അപ്പന്റെ വിശ്വാസം കണ്ടുകൊണ്ടാണ് ഇസഹാക്കിനെ കുറിച്ച് അധികം ഒന്നും ചരിത്രം പിന്നെ, കാരണം അപ്പനെ കണ്ട ആ മകൻ പിന്നെ ഒന്നും അധികം വേദപുസ്തകം എഴുതി പ്രതിഫലിപ്പിക്കേണ്ടതായിട്ടില്ല. ആ വിശ്വാസത്തിൽ തന്നെ നടന്നവനായിരുന്നു ആര്? ഇസഹാക്ക്. അതുകൊണ്ട് അപ്പന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി മറ്റൊരു വളരെ ശ്രേഷ്ഠയായ ഒരു അമ്മയും കൂടെ പറയാം. ആരുമല്ല, യോഖേബേദ. കേട്ടിട്ടുണ്ടോ? സമാജത്തിന് എല്ലാ വർഷവും പരീക്ഷ എഴുതി ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്നവരല്ലേ? ആരാ യോഖേബേദ്?
ഞാൻ ചെറിയ കുരിശുപള്ളി പ്രസംഗം വെച്ചപ്പോൾ പറഞ്ഞതാ, അവിടെ ഒരുപാട് സമാജംകാരുള്ളതല്ലേ. കോട്ടയം സെൻട്രൽ ഭദ്രാസനമൊക്കെ വളരെ ശക്തമായിട്ട് അച്ഛനാണോ സമാജത്തിൻ്റെ ചുമതല എനിക്കറിയത്തില്ല, വളരെ ശക്തമായിട്ട് വാശിയോടുകൂടി മത്സരിക്കുന്നവരാ. ആര് പറഞ്ഞാട്ടെ, ആരാ യോഗ്യഭേദ്? ആ സിലബസ് ഞങ്ങൾ സമാജത്തിനില്ലായിരുന്നു. മോശയുടെ അമ്മയുടെ പേരാണ് യോഗ്യഭേദ്. എന്തുകൊണ്ടാണ് അവൾ ശ്രേഷ്ഠയായ ഒരു അമ്മയായെന്നറിയാവോ? വേറൊന്നും കൊണ്ടുമല്ല. എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന് പറഞ്ഞപ്പം സാധാരണഗതി അമ്മമാർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നെഞ്ചത്തടിച്ച് രണ്ടിടിയും നിലവിളിയും. അപ്പന്മാർ അത്രയും കരയത്തില്ല. ഇങ്ങനെ ഇടിക്കുന്നത് കൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് അധികം ഹാർട്ട് അറ്റാക്ക് വരാത്തതെന്നാണ് പറയുന്നത്. നല്ല പമ്പിങ്ങാ, എന്നാ പറഞ്ഞാലും ഇടിയോട്ട് ഇടിയാ. ആണുങ്ങൾ അത്ര ഇടിക്കാത്തത് കൊണ്ടാണ് ആണുങ്ങൾക്ക് അല്ലേ ഹാർട്ട് അറ്റാക്ക് അധികം വരുന്നവർക്കാ, പുരുഷന്മാർക്കാ. സ്ത്രീകൾ നല്ല ഇടിയായതുകൊണ്ട് നിങ്ങളതുകൊണ്ട് വീട്ടിൽ ചെന്ന് എന്ത് വിഷയം ഉണ്ടായാലും ഇടിച്ചോ, ഇടിച്ചാൽ നിങ്ങൾ കയ്യെ പിടിക്കാനും പോകണ്ട, ഇടിച്ച് പമ്പിങ് നല്ല കൂടട്ടെ എന്ന് ഓർക്കണം. പക്ഷെ മോശയുടെ അമ്മ ഇടിക്കാനും പോയില്ല, തൊഴിക്കാനും പോയില്ല. മോശയുടെ അമ്മ എന്ത് ചെയ്തു എന്ന വേദപുസ്തകം പറയുന്ന, അവൾ ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി, ഒരു പെട്ടി ഉണ്ടാക്കി. അതിൽ കീലും പശയും തേച്ച് ഒരു തുള്ളി വെള്ളം അകത്ത് കിടക്കാതെ വണ്ണം ഭദ്രമാക്കി തൻ്റെ കുഞ്ഞിനെ അതിൽ കിടത്തി. പിതാക്കന്മാര് അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, ശോശപ്പായിട്ട് മൂടി. കാരണം ഇനി അവൻ കണ്ണു തുറക്കുന്നത്, മിഴി തുറക്കുന്നത് പുതിയൊരു ജീവിത അനുഭവത്തിലേക്കാ. എന്നിട്ട് ആ അമ്മ ആ ഞാങ്ങണ നദിയിൽ ഒഴുക്കിവിട്ടു. എല്ലാ അമ്മമാരും മക്കളുടെ മരണം കണ്ട് നിലവിളിച്ച് കരഞ്ഞപ്പം യോഖേബേദ് എന്ന് പറയുന്ന അമ്മയെ കുറിച്ച് പറഞ്ഞു, ഷീ ഡിഡ് ഹെർ ലെവൽ ബെസ്റ്റ് ടു പ്രൊട്ടക്ട് ദ ബേബി. തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാമോ അവിടം വരെയും പോയവളാണ് ആര്? യോഖേബേദ്. അതുകൊണ്ടാണ് മോശ ദൈവസന്നിധി ഇത്രയും, ഞാൻ പറയും മോശയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്താ? മോശയുടെ വിദ്യാഭ്യാസമാണോ? മോശയുടെ ബുദ്ധിയാണോ? മോശയുടെ നാവിന്റെ ബലമാണോ? മോശയുടെ സൗന്ദര്യമാണോ? അല്ല. മോശയുടെ ക്യാപിറ്റൽ വേറൊന്നുമല്ല, അവൻ അന്തസ്സുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് അവൻ. അതും ദൈവം ഒരുക്കി കൊടുത്തൊരവസരമാണ്. നിങ്ങളെപ്പോലെ ആരുടെ സിർലാക്ക് കുത്തിക്കറ്റി കൊടുത്തല്ല വളർത്തിയത്. ദൈവം മോശയ്ക്ക് കൊടുക്കാൻ അവന്റെ അമ്മയെ തന്നെ ഏർപ്പാടാക്കി. കുഞ്ഞിനെ വലിച്ചെടുത്ത് രാജ്ഞി പറഞ്ഞു, ഇത് മുലകുടി മാറാത്ത കുഞ്ഞാ, ഇവനെ മുല കൊടുക്കേണ്ടതിന് ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചു കൊണ്ടുവരിക. മിരിയാം അടുത്ത് നിൽപ്പുണ്ടായിരുന്നു, പറയൂ എനിക്കറിയാം ഒരു സ്ത്രീയെ. മോശയുടെ അമ്മ തന്നെ അവന് പാല് കൊടുത്ത് വളർത്തി. അത് ദൈവം ഒരുക്കി കൊടുത്തു. ഇന്ന് അമ്മമാരൊക്കെ പാലും മിക്ക മക്കൾക്കും ഇപ്പൊ പശുവിന്റെ പാലും പട്ടിയുടെ പാലും ഒക്കെയാണ് പിള്ളേർക്ക് പൊടിയായിട്ട്. അതുകൊണ്ട് ഇതുങ്ങളെയൊക്കെ കണ്ടാൽ തന്നെ എങ്ങനെ ഇരിക്കും? വീപ്പുക്കുറ്റി പോലെ ഇരിക്കും. ഒന്നും പണ്ടൊക്കെ പിള്ളേരൊക്കെ അവധി കിട്ടുന്നുണ്ടെ മരത്തിന്റെ മണ്ടയിലായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു കുഞ്ഞിനെ ഒരു മരത്തിന്റെ മണ്ടയിൽ കയറ്റാൻ പറ്റുമോ? പറ്റുകയില്ല. കാരണം അവൻ പകുതി കയറുമ്പോഴേ അവൻ അട്ട വീഴുന്ന പോലെ. അത് നിങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞ് മരത്തെ കയറത്തില്ലെന്ന് പറയുന്നത് വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കരുത്. നിങ്ങളുടെ കുഞ്ഞിനെ അതിന് കൊള്ളുകയില്ലെന്ന് അതിന്റെ അർത്ഥം. അതിന് നല്ല ഉദാഹരണം പറയാം. നാടൻ കോഴിയുണ്ട്, ബ്രോയിലർ കോഴിയുണ്ട്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടം എന്താ? 40. ഞാൻ ഒത്തിരി കോഴിയെ വളർത്തിയ ഒരു അച്ഛനാ. പിന്നെ എനിക്ക് പേടി, അവസാനം ഇനി കോഴിയച്ഛനും വല്ല പേര് വരുമെന്നുള്ള ഞാനത് വിറ്റ് കളഞ്ഞു. ഞാൻ ഈ കോഴിയെ വളർത്തിയത്. അപ്പം ഞാൻ ഈ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഇങ്ങനെയാണ്. 45 ദിവസം ഒരു കൂട്ടിലിട്ട് കൊടുക്കാവുന്ന തീറ്റയെല്ലാം കുത്തിക്കയറ്റി ഇഞ്ചക്ഷനും കൊടുത്ത് 45 ദിവസം കോഴിക്കും നടക്കാൻ മേല. 45 ദിവസം 50 ദിവസം കഴിഞ്ഞ് ആ കോഴി അറ്റാക്ക്. പിന്നെ അതിൻ്റെ ഇറച്ചി കഴിച്ചാലോ നാര് പോലെ ഇരിക്കും. അത് കഴിച്ചിട്ട് നമുക്കെല്ലാം വയറ്റ് വലിയ പ്രശ്നമാണ് അല്ലേ? ഈ ഹോർമോൺ എല്ലാം കൂടെ കഴിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയായി? ബുദ്ധിയും പകുതി. പിന്നെ അവന്റെ മുന്നിലുള്ളത് എന്താ? ഈ കണ്ണടിച്ചു പോകുന്ന സാധനമാണ്. ഇത് രണ്ടും കൂടി ആയപ്പോൾ നമ്മുടെ പകുതി കുഞ്ഞുങ്ങൾ മന്ദബുദ്ധികളാണ്. എടുത്തെറിഞ്ഞ 4 കാലേ വീഴുന്ന പിള്ളേർ നമുക്ക് പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ, അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ മോശം പറഞ്ഞതല്ല. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇച്ചിരി മഴ നനയാൻ പോയാൽ നിങ്ങൾ അതുങ്ങളെ വിടണം. നല്ല നാടൻ കോഴിയെ പോലെ വളർത്തണം. എവിടെ പോയാലും അവൻ ജീവിക്കണം. അവൻ എല്ലാ A+ കിട്ടാത്തതിന്, ഇന്നത്തെ കാലത്ത് എല്ലാ A+ കിട്ടുന്നത് അന്തസ്സല്ലെന്നാണ് എൻ്റെ വിചാരം. കാരണം ഇത്തവണത്തെ കേരള സിലബസിലെ റിസൾട്ട് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്നുപോയി. എല്ലാവർക്കും 90% മേളിലാണ്. ഇനി ഇതുങ്ങളെ എല്ലാം കൂടെ എവിടെ പഠിപ്പിക്കും? അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന് എല്ലാ A+ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തല്ലരുത്. അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാതിരിക്കണം. അതിന് എന്ത് അഭ്യസനം നിങ്ങൾ കൊടുത്തു? ഈ പള്ളി കൊണ്ടുവരുന്നത് അതിനു വേണ്ടിയിട്ടാ. അവനോട് പറയണം, മോനെ നിനക്ക് എന്നും ഇതുപോലെ സമൃദ്ധിയാകത്തില്ല. നിന്റെ ജീവിതത്തിൽ എന്നും നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ ഞങ്ങളും കാണത്തില്ല. ജീവിതത്തിൽ നിനക്ക് ഒരുപാട് വൈഷമ്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ നീ ഓർത്തോണം, ആ വൈഷമ്യങ്ങളിൽ ഞങ്ങളില്ലെങ്കിലും നിനക്ക് ധൈര്യപൂർവ്വം വിളിക്കാനുള്ള ഒരാളെ ഞാൻ കാണിച്ചു തരാം. ആളെവിടെയുണ്ട്?
ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ശ്രേഷ്ഠരായി. 15-ാം സങ്കീർത്തനം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ വസിക്കും, നിന്റെ പർവ്വതത്തിൽ ആർ കയറും. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ മൂന്നാർ പള്ളിയിൽ, എത്ര മണിക്കാണ് നിൽക്കുന്നത്? മൂന്നാർ പള്ളിയിലായിരുന്നു. അവിടെ പള്ളിക്കൊരു റിസോർട്ടുണ്ട്. അപ്പം അവിടെ വരുന്നവരൊക്കെ ആദ്യം പറയുന്ന വെച്ചാൽ ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്, എന്തിനാ റിസോർട്ടിൽ 500 രൂപ കുറച്ച് കിട്ടാനാ. നമ്മളങ്ങനെയാണല്ലോ, ഈ ഓർത്തഡോക്സുകാരാണെന്ന് നമ്മൾ എടുത്തു പറയുന്ന എവിടെയാണ്? ഒരിക്കലും നമ്മുടെ വിശ്വാസ ജീവിതം കാണിക്കാൻ വേണ്ടി നമ്മൾ പറയത്തില്ല. അഡ്മിഷൻ കിട്ടാൻ നേരത്തും പിന്നെ എനിക്ക് മനസ്സിലായതാണ്, ഈ റിസോർട്ടിൽ 100 രൂപ കുറച്ച് കിട്ടാൻ പറയും. അയ്യോ അച്ഛാ, ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുന്ന ഓർത്തഡോക്സുകാരാണ്. അപ്പം അങ്ങനെയുള്ള റിസോർട്ടിലൊക്കെ താമസിക്കണേ പറയണം 5000 രൂപ എടുത്താൽ അയ്യോ ഞങ്ങൾക്ക് നിന്റെ കൂടാരത്തിൽ ഞങ്ങൾക്കിന്ന് വസിക്കാം. പക്ഷെ 1,00,000 രൂപ കൊടുത്താലും 15-ാം സങ്കീർത്തനക്കാരൻ പറയുന്ന ആ കൂടാരത്തിൽ അവിടെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിഷ്കളങ്കനായി നടക്കണം, ദൈവമുമ്പാകെ ഭയത്തോടും വിറയലോടും കൂടെ ജീവിക്കണം, അവൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടണം, വ്യാജം നിന്റെ ജീവിതത്തിൽ കാണരുത്, അനർത്ഥം നിനക്കുണ്ടാകാതിരിപ്പാൻ നിന്റെ ജീവിതത്തെ നേർവഴികളിൽ നീ നടത്തണം. അതുകൊണ്ട് ഈ പള്ളി വന്നിട്ട് വേറെ രാഷ്ട്രീയം ഒന്നും കളിക്കാൻ നിങ്ങൾ പോകണ്ട. നിങ്ങളുടെ നേർച്ചകളെ കഴിക്കുക, കൂദാശകളെ ഏറ്റെടുക്കുക. അച്ഛന്മാരോടും അധികം ഇടപെടരുത്. എന്തിനീ അച്ഛന്മാരോട് ആവശ്യമില്ലാതെ ഉളക്കെ ഇടാൻ പോകുന്നത്? അച്ഛനാ. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ അച്ഛനോട് അറിയിക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക, വൈദികരും പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തിന് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. പക്ഷെ ഇതിനപ്പുറത്തേക്കൊക്കെ നമ്മൾ എക്സീഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ സഭയിലും നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ആത്മീയമായൊരു ഇടിഞ്ഞ താഴ്ചല നമുക്ക് സംഭവിച്ചു പോയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം തിരുക്കുടുംബമാകണം. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ ഒത്തിരി മാറിപ്പോയി. ജോസഫാ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥാപാത്രമാണ് ജോസഫ്. എന്തുകൊണ്ടാണ്? എൻ്റെ മാമോദിസ പേര് ജോസഫ്, അതുകൊണ്ട് എനിക്ക് പറയാൻ വളരെ ഇഷ്ടമാണ്. ഈ അടുത്തിടയിൽ എന്നെ കൂട്ടുകാരനൊരു അച്ഛൻ വിളിച്ചു, നിരണത്തൂന്ന്. അച്ഛൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഈ അടുത്തിടയിൽ ഒരു പള്ളിയിൽ പ്രസംഗിച്ചു. അപ്പം അമ്മമാര് ആണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇത്രമേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുകൊണ്ട് അമ്മമാരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പം ഒരപ്പൻ അച്ഛൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ നിങ്ങൾ ഈ അച്ഛന്മാർ പറയുന്നതിനകത്ത് എനിക്കൊരു പരിഭവമുണ്ട്. നിങ്ങൾ എപ്പോൾ പറഞ്ഞാലും അമ്മമാരാണ് എല്ലാമെന്ന് പറയും. ഞങ്ങൾ പിന്നെ എന്തോത്തിന് അച്ഛാന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് നാളെ അപ്പന്മാരെ കുറിച്ചൊരു പ്രസംഗം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ആരെയൊക്കെ ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പം ഞാൻ എടുത്ത വായച്ചനോട് പറഞ്ഞു, അച്ഛാ ഒന്നാമത് ഞാൻ പറയും ഒരു പിതാവ് ആരാ? ജോസഫ്. നിങ്ങൾ നോക്കിയാട്ടെ, വേദപുസ്തകം നന്നായിട്ട് നോക്കിയാട്ടെ. മാതാവിന് എത്രയോ പെരുന്നാളുകളാണ് ഉള്ളത്. പക്ഷെ ഈ മാതാവിനോട് ചേർന്ന് നിന്ന ഒരാളാണ് ആര്? ജോസഫ്. സെന്റ് ജോസഫ് ചർച്ച് പോലും നമുക്ക് അധികം ഇല്ല. ജോസഫ് ചേർന്ന് നിന്ന് ചെയ്തെന്താ? ആ മാതാവിനെയും അവർക്ക് ലോക അവിടെയും വായിക്കുന്നുണ്ട്, ഒരു ദൂതൻ അവന്റെ അടുക്കൽ ചെന്നിട്ട് സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷനായി. അവിടെ ഒരു ദൂതൻ ചെന്നു. ലോക അപവാദം ഏൽക്കാതിരിക്കാൻ അവളെയും അവളുടെ കുഞ്ഞിനെയും സംരക്ഷിച്ചു. പക്ഷെ ഒരു വൻകാര്യങ്ങളും ചെയ്തതായിട്ട് ജോസഫിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പിന്നീട് എഴുതുന്നില്ല. ഒരു കാര്യങ്ങളും ജോസഫിനെ ആ സംരക്ഷണ ചുമതലയല്ലാതെ മറ്റൊന്നും ജോസഫിന്മേൽ വായിച്ചെടുക്കുവാൻ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് എന്തുകൊണ്ടാണ്? ഞാൻ അടുത്തിടയിൽ പാമ്പാടി ചെന്നപ്പം പാമ്പാടിത്തിനെ കുറിച്ചൊരു അനുഭവം കേട്ടത് എനിക്ക് തന്നെ ലജ്ജ തോന്നിപ്പോയൊരു സംഗതിയാണ്. ഞങ്ങളുമൊക്കെ വൈദികരും ആത്മീയ ശുശ്രൂഷ നടത്തുന്നവരും അതിന് നേതൃത്വം കൊടുക്കുന്നവരുമാണ്. തിരുമേനി പ്രാർത്ഥിച്ച് മഴ പെയ്ച്ച സംഗതികളെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ്. പക്ഷെ അതിന് ശേഷമുണ്ടായ സംഗതിയായിരുന്നു രസം. തിരുമേനി പ്രാർത്ഥിച്ച് മഴക്കാറ് കൂടി തിരുമേനി പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങാൻ നേരത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, തിരുമേനി മഴ പെയ്യാൻ ആരംഭം കുറിച്ചു. തിരുമേനി പറഞ്ഞു, നമുക്കൊന്നുകൂടെ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് വല്ലവായിരുന്നെങ്കിൽ ഇറങ്ങി വന്നപാടെ വാട്സപ്പിലോട്ടത് വൈറലാക്കിയേനെ. കാരണം ഇത് എൻ്റെ പണി, ഞാൻ പെയ്യിച്ചടാന്ന് പറഞ്ഞേനെ. ഇതാണ് ദൈവ മനുഷ്യരുടെ പ്രത്യേകത. ജോസഫ് എന്ത് ചെയ്തു? തൻ്റെ ജീവിതത്തിൻ്റെ രേഖ മറ്റൊരിടത്തും കോറിയിട്ടില്ല. ഒരു ശിലാഫലകവും ജോസഫിൻ്റെ പേരിലില്ല. ഞാൻ വൻകാര്യങ്ങൾ ചെയ്തുവെന്ന് ഒരിടത്തും കൊട്ടിഘോഷിച്ചില്ല. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളത് ചെയ്യരുത്. നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ പരിസരങ്ങളിലും നിങ്ങളത് ചെയ്യരുത്. ഞാനുള്ളത് കൊണ്ടാണ് ഈ കുടുംബം. അത് വെറും പാഴ്ചിന്തയാണ്. നമ്മളില്ലെങ്കിലും
ബ്രിജിത്തച്ഛൻ പറയാ, ഞാൻ പോയാൽ ചെറിയപള്ളി അനാഥമായി പോയെന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ കളിയാക്കും. എന്തുകൊണ്ടാ? അച്ഛൻ പോയാൽ മറ്റൊരു, ഇന്ന് പ്രസംഗിക്കാൻ ഞാൻ വന്നില്ലെങ്കിൽ മറ്റൊരു പ്രസംഗൻ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അങ്ങ് മാറ്റപ്പെട്ടാൽ വിരഹദുഃഖം അവിടെ നിൽക്കും. പക്ഷെ ആ വിടവും നികത്താൻ ആരെ കൊണ്ട്? കുടുംബം നികത്തും. അതുകൊണ്ട് നമ്മളാരും സ്ഥായീഭാവമുള്ളവർ, നമ്മളെ കഴിഞ്ഞ് നമ്മൾക്ക് ശേഷം പ്രളയമെന്ന ചിന്തയൊന്നും വേണ്ട. ആ ബോധ്യം ഉണ്ടായാൽ നമ്മൾ പല കാര്യങ്ങളിലും എളിമപ്പെടും. ജോസഫ് പറഞ്ഞു, എൻ്റെ പേര് ഒരിടത്ത്, പക്ഷെ ജോസഫ് പിന്നീടും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളാരും പെട്ടെന്നത് കാണത്തില്ല. എങ്ങനെയാണെന്ന് പറയാവോ? യേശു ക്രിസ്തു ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നിടത്ത് ജോസഫിനെ കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞു, ഒരു അപ്പന് എങ്ങനെ മക്കളുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളതിന്റെ ഉദാഹരണമാണ് ആര്? ജോസഫ്. നിങ്ങൾക്കൊക്കെ ക്ഷീണം അടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പ്രസംഗം നിർത്താൻ പോവാ. ജോസഫിനെ നമ്മൾ പിന്നീട് കാണാം. ഞാൻ പറഞ്ഞു, ശമരിയക്കാരത്തി സ്ത്രീയുമായിട്ട് യേശു സംസാരിക്കുന്ന ഒരു വലിയ ഭാഗമുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഇല്ലേ? ആ സ്ത്രീ എങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള സ്ത്രീയാ? ഒരു മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുള്ള സ്ത്രീയാ ആണോ? അവള് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവ് ഇവിടെ? അയ്യോ, എനിക്ക് ഭർത്താക്കന്മാരില്ല. എന്റെ ഭർത്താവ് പറയുന്നുണ്ട്, നീ ഇപ്പൊ പറഞ്ഞത് ശരി, പക്ഷെ നിനക്ക് 5 ഭർത്താക്കന്മാര്. അപ്പൊ ഇത്രയും പുരുഷന്മാരെ ജീവിതത്തിൽ സ്വീകരിച്ച് അവളെ വേണമെങ്കിൽ കർത്താവിന് മാനിപ്പുലേറ്റ് ചെയ്യാമായിരുന്നു, അല്ലേ? ഒരു സ്ത്രീയെ. പക്ഷേ സ്പർശനം കൊണ്ടല്ലാതെ, ഇന്ദ്രിയങ്ങളുടെ സ്പർശനമില്ലാതെ ആ സ്ത്രീയുടെ ജീവിതത്തെ തൊട്ടയാളുടെ പേരാണ് ആര്? ക്രിസ്തു. ഇന്ന് ഞങ്ങൾക്ക് അച്ഛന്മാർക്കൊക്കെ പേടിയാ. അങ്ങനെ ഒരു സ്ത്രീ ഒന്ന് കുമ്പസാരിക്കാൻ വന്നാൽ പോലും ചുറ്റും അച്ഛന്മാരൊന്ന്, കാരണം ഒന്നും ഇല്ലേലും നമ്മുടെ ആളുകൾ, അച്ഛനോട് ദേഷ്യമുള്ള ഒരു ആളുണ്ട്, 10 ആളുണ്ട് പറയും, കണ്ടില്ലേ അയാള്? ഇതാണ് ഇന്നത്തെ സാഹചര്യം. അതാ. പക്ഷെ കർത്താവിന് ആ പേടിയൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താ? അവന് ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ച ഒരു പിതാവുണ്ട്. ഒരു സ്ത്രീയോട് ഏറ്റവും മാന്യമായി ഇടപെടണമെന്ന് യൗസേപ്പ് അല്ലാതെ ആരാ പഠിപ്പിച്ചത്? കാരണം വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായ ഒരു സ്ത്രീയെ സ്വർഗത്തിലെ ഒരു ദൂതൻ സ്വപ്നത്തിൽ മാത്രം എന്ന് പറഞ്ഞതാ. പക്ഷെ അവൾക്ക് ലോക അപവാദമേൽക്കാതിരിക്കാൻ അവളുടെ ജീവിതത്തെ മുഴുവനായും ഏറ്റെടുത്ത ഒരു പുരുഷനാണ് ആര്? ആ പിതാവിന്റെ മകന്റെ ലേബലിൽ വളർന്ന ക്രിസ്തു സ്പർശനങ്ങളില്ലാതെ ആ സ്ത്രീയെ വേണ്ടെടുത്തു. അവള് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തെ എന്നോട് പറഞ്ഞു തന്ന മശിഹായെ കണ്ടു. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു വന്ന വലിയ കോട്ടകൊത്തളങ്ങൾ കെട്ടിയിട്ട് വലിയൊരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഒന്നുമല്ല. 10 വർഷം കഴിഞ്ഞാലും 15 വർഷം കഴിഞ്ഞാലും നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരാൻ ഇടയാകണം. ഒരു മകൻ അപ്പനെ കുറിച്ച് എഴുതിയ കവിത ഇങ്ങനെയാണ്: എനിക്ക് വേണ്ടി അനേകം വെയിൽ കൊണ്ട എൻ്റെ തണൽ, എനിക്ക് വേണ്ടി അനേകം വെയിൽ കൊണ്ട എൻ്റെ തണൽ, അതാണ് എൻ്റെ അപ്പൻ. നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തുണ്ട്? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. അവരുടെ ജീവിതത്തിൽ അവരൊരു ഭ്രംശത്തിലേക്ക് വരുമ്പം, ഒരു നാശത്തിന്റെ പടിവാതിക്കലെത്തുമ്പം അവർ ചിന്തിക്കണം, എൻ്റെ അപ്പനും അമ്മയും എന്നെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കരുത്. അവർ തിരികെ നടക്കണം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥന അവരുടെ തലയ്ക്കുമീതേ നിൽക്കണം. അവരെ സംരക്ഷിക്കണം. അവരോട് പറഞ്ഞു കൊടുക്കണം, കുഞ്ഞേ, നിന്നെ കാണുന്നവൻ മയങ്ങാത്തവൻ, ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല, ഒരു ദൈവം നിന്നോട് കൂടി ഉണ്ട് എന്ന ബോധ്യം. മാതാവും യൗസേപ്പും തരുന്ന തിരുക്കുടുംബത്തിന് അടിസ്ഥാനമിട്ടു. അവിടെ ക്രിസ്തു വന്നു. അവന്റെ ജീവിതം കൊണ്ട് ആ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ് വിശുദ്ധിയുള്ള ഒരു കുടുംബം. നമ്മുടെ കുടുംബങ്ങളും ഇതുപോലെ രൂപാന്തരപ്പെടണം. ഇല്ല എങ്കിൽ നമ്മൾ എത്ര നോമ്പെടുത്തിട്ട് എന്താ പ്രയോജനം? ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ വളരെ ഡൈവേർട്ട് ചെയ്ത് പല കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് പോയിന്റ് ഒന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. പണ്ട് 3 പോയിന്റ് പറഞ്ഞാൽ ആ പോയിന്റ് മാത്രം ഓർത്തിരുന്ന വീട്ടിൽ ചെന്ന് പറയണമെങ്കിൽ ഇന്നത്തെ അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? അയാൾ കുറേ കുറ്റം പറഞ്ഞു. എൻ്റെ ഇടയ്ക്ക് 1-2 കാര്യങ്ങളും കൂടെ, അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ചെറിയ പള്ളിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞ വളരെ വൈഡായിട്ട് പറഞ്ഞു പോയതാ. എങ്കിലും ഓർക്കണം, വളരെ അന്തസ്സുള്ളൊരു മാതാവ് ആ കുടുംബത്തിനുണ്ടായിരുന്നു. അവൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചവളല്ല, ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട് സ്വന്തം ഇഷ്ടങ്ങളെയും സ്വന്തം പദ്ധതികളെയും മാറ്റിവെച്ചവളാണ്. രണ്ടാമതൊരു അപ്പനെ നമ്മൾ കണ്ടു. ജീവിതത്തിൽ ഒരിടത്തും തൻ്റെ പേര് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊന്നും ചെയ്യാത്ത, തൻ്റെ കടമകളെ ആത്മാർത്ഥതയോടും നിഷ്കളങ്കതയോടും കൂടെ പൂർത്തീകരിച്ചൊരു പിതാവ്.
അതിനെ എല്ലാം സാക്ഷാത്കരിക്കുന്ന പുത്രൻ തമ്പുരാൻ ലോകത്തിൻ്റെ രക്ഷകനെ അവതരിക്കുകയും ചെയ്ത കുടുംബം, നമ്മുടെ കുടുംബവും വിശുദ്ധിയിലേക്ക് വളരട്ടെ. കഥ ഇതാണ്. ഒരു വനത്തിൻ്റെ പുറത്ത് ഒരു സന്യാസി ഇരുന്ന് തപസ്സനുഷ്ഠിക്കുക. ഒരു ദരിദ്രനായ വിറകുവെട്ടുകാരൻ അവിടെ വന്നിട്ട് സന്യാസിയോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊന്നും തീരുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി എനിക്ക് പറഞ്ഞു തരണം. അതുകൊണ്ട് നിങ്ങളാരും ഇനി ധ്യാനം കഴിയുമ്പോൾ എൻ്റെ അടുക്ക് വന്നിട്ട് പറയരുത്, അച്ഛാ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രശ്നം തീർക്കാൻ അച്ഛൻ പോംവഴി, എൻ്റെ കയ്യിൽ ഒറ്റ പോംവഴിയുള്ള പൊന്നോ വെള്ളിയോ എനിക്കില്ല, പിന്നെ ഉള്ളത് എന്താ, ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം, അവൻ്റെ പേര് നസറനായ യേശു, അവൻ നിങ്ങൾക്കൊരു മറുപടി തരും. ആ മറുപടി കേട്ടോണ്ട് സന്തോഷത്തോടു കൂടി പോകാം. പക്ഷേ ഈ സന്യാസിയുടെ അടുക്ക് ചെന്ന് ഈ ദരിദ്രൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ പ്രശ്നവും പട്ടിണിയും ഒന്നും തീരുന്നില്ല, എൻ്റെ ആകുലതകൾ തീരുന്നില്ല. അവനിങ്ങനെ ഒരുപാട് പറയാൻ തുടങ്ങിയപ്പോൾ സന്യാസി പറഞ്ഞു, നീ വനത്തിനുള്ളിലേക്ക് ചെല്ല്, അവിടെ ഒരുപാട് വെള്ളി നാണയങ്ങൾ നിനക്ക് കിട്ടും. അവൻ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് നോക്കിയപ്പം വെള്ളി നാണയങ്ങൾ അവൻ വാരിയെടുത്തോണ്ട് പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വന്നു. ആ വെള്ളി നാണയങ്ങൾ കൊണ്ടൊന്നും എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല, എൻ്റെ കടം തീർന്നില്ല. സന്യാസി പറഞ്ഞു, നീ ഇനി ഉള്ളിലേക്ക് പ്രവേശിക്കുക, അവിടെ സ്വർണം നിനക്ക് കിട്ടും. അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വനത്തിനുള്ളിൽ ചെന്ന് സ്വർണം കണ്ടു, വാരി ആർത്തിയോടുകൂടി എടുത്തു. അവൻ തിരിച്ചു വന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഈ സന്യാസിയെ തിരക്കി ചെന്നിട്ട് ചോദിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തീർന്നിട്ടില്ല, എനിക്ക് ഇനിയും ആവശ്യങ്ങളുണ്ട്. സന്യാസി പറഞ്ഞു, നീ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക, അവിടെ രത്നങ്ങൾ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അവൻ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. രത്നങ്ങൾ കണ്ട് അവൻ്റെ കണ്ണ് അന്ധളിച്ചു പോയി. അവൻ പെട്ടെന്ന് രത്നങ്ങൾ ഇങ്ങനെ വാരി എടുത്തുകൊണ്ടിരുന്നപ്പം അവൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, ഈ സ്വർണവും ഈ വെള്ളിയും ഈ രത്നങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ സന്യാസിക്ക് എങ്ങനെയാണ് അവിടെ വളരെ സമാധാനത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുന്നത്? ആ ബോധ്യത്തിൽ അവൻ മാനസാന്തരപ്പെട്ടു. അവൻ തിരിച്ച് സന്യാസിയുടെ അടുക്ക വന്നു. ഞാൻ എല്ലാവരും സന്യാസിയാകണമെന്നല്ല പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വെക്കാൻ നമുക്ക്, അത് പ്രയാസങ്ങളുടെ മധ്യത്തിലാണെങ്കിലും അമിതമായിട്ട് ദുഃഖിക്കാനോ അമിതമായിട്ട് സന്തോഷിക്കാതെ ഇരിക്കാൻ ഒരു ബാലൻസ്ഡ് നേച്ചർ, അത് ആരിലൂടെ കിട്ടത്തുള്ളൂ? ഒരു കൗൺസിലിങ്ങിന് പോയാൽ കിട്ടത്തില്ല, ഒറ്റ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും കിട്ടത്തില്ല, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും കിട്ടത്തില്ല. കിട്ടുന്ന ഒരേ സ്ഥലമാണ് ദൈവസന്നിധിയാണ്. ആ ദൈവസന്നിധിയിൽ നിന്ന് ആ ബാലൻസ് മേടിച്ചെടുക്കാൻ നമുക്കിടയാകണം. ആ ബാലൻസ് മേടിച്ച് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ആര്? അമ്മ. ആ അമ്മയുടെ പെരുന്നാൾ, അമ്മയുടെ ഓർമ്മ, അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ എന്നാണ് പറയുന്നത്. ശ്രേഷ്ഠമായൊരു ജീവിതത്തിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്കും ഏറ്റെടുക്കുവാൻ നമുക്കിടയാകട്ടെ. ആ മാതൃകയെ പിൻപറ്റുവാൻ നമുക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ വിളിച്ച എല്ലാ വൈദികരോടും എന്നെ കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.